അതായത് ശ്രീതുക്ക ഉം. ഐ ഹാവ് എ ക്രഷ് ഓൺ യു. ഏ? അതായത് ശ്രീതുക്ക ഉം. ഐ ഹാവ് എ ക്രഷ് ഓൺ യു. ഏ? അതായത് ശ്രീതുക്ക ഉം. ഐ ഹാവ് എ ക്രഷ് ഓൺ യു. ഏ? ഹലോ ഗൈസ്, അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായിട്ടോ. നമ്മുടെ റസ്മിൻ ഒരു ലെസ്ബിയനോ അല്ലെങ്കിൽ ബൈസെക്ഷൽ അങ്ങനെ എന്തോ ആണ്. കാരണം ഇന്നലെ രാത്രി നമ്മളെ ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്തു. ഇന്നലെ രാത്രി അവർ ഗാർഡനിൽ കിടക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയി നല്ല ഡയറക്റ്റ് ആയിട്ട് അടിപൊളി ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എനിക്ക് ശ്രീതു നിന്നോട് ക്രഷ് ആണെന്ന് പറഞ്ഞു. ശ്രീതു ശരിക്കും ഞെട്ടിട്ടോ, കുറച്ചൊന്ന് ഷോക്കായി. അപ്പോൾ നോറയും ജാസ്മിനൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടുമായിരിക്കും. ഇനി അത് അവർക്ക് അറിയോ എന്നും അറിയില്ല. എന്നാലും ശ്രീതുവിനോട് ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റസ്മിൻ സീരിയസ് ആയി പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുത്. അതുകൊണ്ട് ഇനി ശ്രീതു പറയുമോന്നും അറിയില്ല. പക്ഷെ എനിക്കിത് മുമ്പേ തോന്നിയിട്ടുണ്ട്. പക്ഷെ തോന്നിയ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കുട്ടി ഒരിക്കലും എന്താ പറയുക ചുരിദാറോ അല്ലെങ്കിൽ സ്കേർട്ടോ അങ്ങനെ ഒന്നും ഇടില്ല. എപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നു. പിന്നെ കുറേ മാനറിസങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ ഒരു ഗസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വെറുതെ നമുക്ക് ഇല്ലാത്തത് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് പറയാണ്ടിരുന്നതാ. എന്തായാലും ആ കാര്യത്തിലൊരു തീരുമാനമായി. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അഞ്ജുവിൻ്റെയൊക്കെ പോലെ ആണ്. പക്ഷെ അഞ്ജുവിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഒരു ചീത്തപ്പേര് വന്നിരുന്നു, മോശം പേര് വന്നിരുന്നു. കാരണം ഇങ്ങനെ പുറകെ നടന്ന് അതുപോലെ ആവാണ്ടിരുന്നാൽ റസ്മിന് കൊള്ളാം. ഇപ്പം ഈ പോയ പോലെ തന്നെ പോയാൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ശ്രീധുവിന് ഇനി ഒരു ടെൻഷൻ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അങ്ങനെ അത് ഇന്നലെ രാത്രി റിവീൽ ആയിട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ബാക്കി ലൈവ് കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം.